ടൈപ്പ് 3 കൺവേർഷൻ ഒന്നൊരു പോളെ കാണാം. ടൈപ്പ് 3 കൺവേർഷൻ മാത്രമല്ല, ഫുള്ള് പെയിന്റിംഗും ഉണ്ട്. നമ്മള് ഫ്രണ്ടിൽ കാണുന്ന ബമ്പർ സാളെല്ലാം അയച്ചു വെച്ചേക്കാണ്. ബമ്പർ ഹെഡ്ലൈറ്റ് മറ്റേ ഫോഗ് ലാംപ്സ് ഗ്രില്ലൊക്കെ അയച്ചു വെച്ചേക്കാണ്. അതൊക്കെ സെറ്റ് ചെയ്ത് നോക്കിയാണ് ഓൾറെഡി. ടൈപ്പ് 3 കൺവേർഷൻ ചെയ്യണം. ടൈപ്പ് 1 ആയിരുന്ന വണ്ടി ആ ടൈപ്പ് 2 കൺവേർഷൻ ചെയ്യണം. അപ്പോൾ നമ്മളത് ബമ്പർ സാളൊക്കെ പുതിയത് മേടിച്ച് സെറ്റ് ചെയ്ത് റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അയച്ചു വെച്ചേക്കാനെല്ലാം കാണിച്ചു തരാം. അതുപോലെ തന്നെ സൈഡ് ഡോർ സാളൊക്കെ അയച്ചു കംപ്ലീറ്റ് ഷെല്ലാക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ട് ഡോറൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിൽ വരുമ്പോഴത്തേക്ക് ടെയിൽ ലാമ്പ്, ബാക്ക് ബമ്പർ അതൊക്കെ മാറാനുണ്ട്. അങ്ങനെയുള്ള കുറച്ച് ആൾക്ക് മാറാനുണ്ട് കേട്ടോ. അത് കൂടാതെ നമുക്ക് ഇനി അലോയ്സ് നാലും ചേഞ്ച് ചെയ്യണം. അലോയ്സ് കമ്പനി അലോയ്സ് തന്നെ മാറ്റി കയറ്റണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അയച്ചു വെച്ചേക്കുന്ന സാധനങ്ങൾ. 2 ഡോറ്, 4 ഡോറ്, അതുപോലെ തന്നെ ബോണറ്റ്, ഫെൻഡറെല്ലാം അയച്ച് നമ്മൾ അടിച്ചു വെച്ച് സെറ്റാക്കിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കളർ അടിക്കാൻ വേണ്ടി കുറേ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കസ്റ്റമർക്ക് നമ്മൾ കുറേ കളർ കാണിച്ചു കൊടുത്തു. അപ്പോൾ ആൾക്കാരൊന്നും താല്പര്യമായിരുന്നില്ല. അവസാനം നമ്മൾ കഴിഞ്ഞ ഒരു വണ്ടി ടൈപ്പ് 3 കൺവേർഷൻ ചെയ്ത് ഫുൾ പെയിൻറ്റ് ചെയ്ത് ഇറക്കിയ വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ആ കളറിന് പുള്ളിക്ക് അത് തന്നെ മതി തോന്നിയിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ കളറിനാണ് ഇതിനടിക്കാൻ പോണത്. അപ്പോൾ കളർ ഇതാണ്. കളർ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് വണ്ടിയുടെ പഴയ കളർ കേട്ടോ. ഈ കാണുന്ന പഴയ കളർ. ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു കളറിലോട്ട് ചേഞ്ച് ചെയ്യാൻ പോണേ കേട്ടോ. അപ്പോൾ ഒരു ഫുൾ പെയിന്റിംഗ് എന്ന് പറയുമ്പോൾ ഇത്രയും പണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനം അയച്ചെടുത്തിട്ട് ഫുൾ കളർ ചേഞ്ചിങ്ങിന് നമുക്ക് ചുമ്മാ ഇതിന് മേലെ തന്നെ കളർ അടിക്കണമെന്നുണ്ട്. ഇത്രയും പണി തന്നെയില്ല. കളർ ചേഞ്ചിങ് ഇത്രയും പണി തന്നെയുണ്ട്. കംപ്ലീറ്റ് സാധനം അയച്ച് പീസാക്കിയിട്ട് ഡോറിന് ഇൻസൈഡ് അങ്ങനെ എല്ലാം അടിക്കണം. ഡോർ പേളെല്ലാം കഴിച്ചെടുക്കണം. അങ്ങനെ എല്ലാ ഏരിയയും കവർ ചെയ്യണം. എങ്കിൽ മാത്രമേ വണ്ടിയുടെ ഒരു കളക്ഷനിൻ്റെ ഒരു ഭംഗി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്ക്. അപ്പോൾ ഇതിന്റെ വർക്ക് കഴിഞ്ഞിട്ടൊരു വീഡിയോ നിങ്ങൾക്ക് ഇട്ടുതരാം. അപ്പോൾ അഭിപ്രായം പറയാം. ഇപ്പോൾ ഇത് കണ്ടിട്ട് എങ്ങനെയാണെന്നുള്ള അഭിപ്രായം നിങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിന് പറ്റിയ കളർ വല്ലതും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് 4 മൂലയിലും ഓരോ കളർ അടിക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഓരോ കളർ അടിച്ച് ചെക്ക് ചെയ്യണത്. ഇപ്പോൾ ഓൾറെഡി സൈഡ് മെമ്പറിൽ ഫ്യൂലിലേക്ക് അടിച്ച് നോക്കിയിട്ടാണ് നമുക്ക് പെൻഡലോട്ട് അവസാനം എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ പുള്ളിക്ക് ഇതിന്റെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ പോളോയ്ക്ക് കൊടുക്കാൻ പറ്റിയ വേറെ വല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഈ വണ്ടി പെട്രോൾ വണ്ടിയാണ്, ഇതിന് കൊടുക്കാൻ പറ്റിയ വല്ല കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്തോട്ടോ, കമന്റ് ഇട്ടോ കേട്ടോ. നമ്മൾ ആ കളർ ഒന്ന് അടിച്ച് നോക്കാം. അപ്പോൾ ഈ വർക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയുള്ള അഭിപ്രായം പറയാം. അതുപോലെ തന്നെ ഇതുപോലത്തെ വർക്കുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കാം, അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ടൈപ്പ് 3 കൺവേർഷൻ അങ്ങനെ വർക്കുകൾ നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നമ്മൾ വൃത്തിയായിട്ട് അഡ്വർടൈസ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വർക്കുകൾ നമ്മൾ കഴിഞ്ഞിട്ടുള്ള വർക്കുകളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യും കേട്ടോ. കണ്ട അഭിപ്രായം പറയാൻ പറ്റില്ല കേട്ടോ.